കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇയാളോട് നിൽക്ക, ഞാൻ ആദ്യം പോവാം. എന്റെ മോൾ എവിടെയാടാ? എന്റെ മോളെ എവിടേക്കാ കൊണ്ടുപോയത്? പറയാ. ഞാൻ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? സർ, ഞാൻ പറയുന്നൊന്ന് കേക്ക് സർ. എന്താണ് ഞാൻ കേൾക്കേണ്ടത്? എന്റെ മോളെ എന്തിനാണ് കൊണ്ടുപോയത്? ആരാടാ നീ? സർ, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. എന്താ ചെയ്യി കാണിക്കുന്നേ? നീ എവിടെയാ പോയിരുന്നത്? പറയ. ഇവന്റെ കൂടെ എവിടേക്കാ പോയത്? എറണാകുളത്തേക്ക് പോയത്. എന്തിനാ പോയത്? അർദ്ധരാത്രി വീട്ടില് പറയാതെ എന്തിനു പോണം? ഒളിച്ചോടാൻ തന്നെയാ പോയിരിക്കുന്നേ. ആരുടെങ്കിലും കയ്യിൽപ്പെട്ട അടികൊള്ളുമെന്നും അത് പിന്നെ പോലീസ് കേസ് ആവുമെന്ന് പേടിച്ചായിരിക്കും ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നേ. അങ്ങനെയല്ലേ? പറയ. എന്തിനാ പോയത്? പറയാൻ. ഏട്ടനെ അന്വേഷിച്ചാണ് ഞാൻ പോയതെന്ന് പറഞ്ഞ അച്ഛൻ വിശ്വസിക്കായിരിക്കും. പക്ഷെ ബാക്കി ആരും വിശ്വസിക്കില്ല. ബാക്കിയുള്ളവർ ഇതറിഞ്ഞു കഴിഞ്ഞാ എന്റെ ഏട്ടന്റെ ജീവൻ ആപത്തിലാണ്. ഇനിയിപ്പൊ ഞാൻ എന്താ പറയാ? സംസാരിക്ക. അച്ഛാ, അത് പിന്നെ എന്റെ ഫ്രണ്ട് ജൂലിക്ക് വിസയുടെ കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. 24 മണിക്കൂറിനകത്ത് വെച്ച് അത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞ് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നായിരുന്നു. അതുകൊണ്ടാ പോയത്. ആ കാര്യം നീ എന്താ ഞങ്ങളോട് പറയാഞ്ഞേ? പെട്ടെന്ന് ഇങ്ങനെ രാത്രിയിൽ പറഞ്ഞു കഴിഞ്ഞാ എന്നെ വിടില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ. എന്റെ മോള് തെറ്റ് ചെയ്തെന്ന് നിന്റെ വായി തോന്നിയതുപോലെ പറഞ്ഞില്ലേ? എന്തിനാ പോയതെന്ന് നീ ഇപ്പോ കേട്ടില്ലേ? ഇനി എന്താ പറയാനുള്ളത്? ചെയ്ത തെറ്റ് മറയ്ക്കാനായി
നിങ്ങൾ നിങ്ങളുടെ മകളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനും മകളും നന്നായി തന്നെ നാടകം കളിക്കുന്നുണ്ട്. സബാഷ്. നീയും നിന്റെ മോനും കരുതുന്നത് പോലെ എന്റെ മോൾ ഓടിപ്പോയതാണെങ്കിൽ മരിച്ചാൽ പോലും തിരികെ ഇങ്ങോട്ട് വരില്ല. ഇനി ഒരുപക്ഷെ അവൾക്ക് തിരികെ വരേണ്ടി വന്നാലും തല കുനിക്കാതെ വന്നു നിൽക്കും. എന്റെ മോള് വിവാഹം കഴിഞ്ഞിട്ടാണോ വന്നു നിൽക്കുന്നത്? അവളുടെ കഴുത്തിൽ താലിയുണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചതാ. വീട് വിട്ട് പുറത്തിറങ്ങിയതിന് അവളെ തീക്കനലിലൂടെ നടക്കാൻ പറഞ്ഞവനാ ഞാൻ. അങ്ങനെയുള്ളപ്പോ ഇനി ഒരു തെറ്റ് ചെയ്താൽ വീടിനുള്ളിൽ കാലെടുത്തു വയ്ക്കുന്നതിന് മുമ്പ് കൊന്നുകളയുമെന്ന് അവൾക്ക് നന്നായി അറിയാം. അത് മനസ്സിലാക്കി അവൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ട് അവൾക്ക്. ഇനി എന്താ പറയാനുള്ളത്? ഇത്രയും നേരം നീ നിനക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടിരുന്നതല്ലേ? ഇനി എന്ത് പറയുന്നു? അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ വീട് വിട്ടു പോയിന്ന് അച്ഛനെ വിശ്വസിക്കാൻ പറ്റുമോ? ഈ നാട്ടിൻപുറത്ത് താമസിക്കുന്ന ആൾക്കാരുടെ മനസ്സെപ്പോഴും സിറ്റിയിലുള്ള ആൾക്കാരുടെക്കാൾ വിശാലമായിരിക്കുന്ന ഞാൻ ചിന്തിച്ച. പക്ഷെ നിങ്ങൾ സംസാരിച്ചത് കേട്ടപ്പോ നിങ്ങളുടെ മനസ്സെത്ര ചെറുതാണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സേ ഇല്ലെന്ന് മനസ്സിലായി. പെട്ടെന്നൊരാവശ്യം വന്നപ്പോ ഒരാളോട് പോലും പറയാതെ പെട്ടെന്ന് വേറൊരു നാട്ടിലേക്ക് നിങ്ങൾ പോയാൽ അതിന്റെ അർത്ഥം നിങ്ങൾ വേറെ ആരോടെങ്കിലും ഒളിച്ചോടി പോയിന്നാണോ? തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള വിഷയം. പക്ഷെ ആൾക്കാരെ പറ്റി ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ. അത് എത്ര വലിയ തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റ് ചെയ്യുന്നവരെക്കാൾ വലിയ തെറ്റ് തന്നെയാണ്. നിങ്ങൾക്കൊരു ചേച്ചിയോ അനിയത്തിയോ ഉണ്ടായിരുന്ന അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ അപമാനത്തെ സഹിക്കാൻ പറ്റാതെ അവര് ആത്മഹത്യ ചെയ്യുകയാണെങ്കിലോ? അപ്പോഴും നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ പറയുന്നത്? എപ്പോ നോക്കിയാലും കൃഷ്ണനാഥ പണിക്കരുടെ കുടുംബത്തെ പരദൂഷണം പറയുന്നതല്ലാതെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇനി എതിര് പറയുമ്പോ മുന്നും പിന്നും ആലോചിച്ച് വേണം പറയാൻ. നിന്നെ കാണുമ്പോ അല്പന അർത്ഥം കിട്ടിയപ്പോ അർദ്ധരാത്രി കൊട പിടിച്ചു എന്ന് പറഞ്ഞ പോലുണ്ട്. ക്ഷമിക്കണം പണിക്കരെ, വാ പോവാം. നിൽക്ക. ഇനി ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, പിന്നെ നിനക്ക് ശിക്ഷ വിധിക്കേണ്ടി വരും. പൊയ്ക്കോ ഇവിടുന്ന്. സാർ, കാലം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ സംസാര രീതിയിലും അവരിടുന്ന ഡ്രസ്സ്, അവർ ചെയ്യുന്ന ജോലി, അവരുടെ പ്രവൃത്തികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കാള വണ്ടിയിൽ നിന്ന് മാറി എല്ലാവരും ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്ന സ്ഥിതി വരെ എത്തിയിട്ടും ഒന്ന് അടുത്ത വീട്ടിലെ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ ഈ ആൾക്കാരുടെ മനസ്സിലുണ്ടാവുന്ന സംശയത്തിന് മാത്രം ഒരു മാറ്റവും വരാത്തത് എന്താണ് സാർ? ഞാൻ സാറിനോട് ഒരേ ഒരു കാര്യം മാത്രം പറയാം. നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളിനി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നിങ്ങളുടെ മകൾ ഇപ്പോൾ മാത്രമല്ല, ഇനി ഒരിക്കലും തെറ്റിലോട്ട് പോവില്ല സാർ. സാറിനെപ്പോഴും അഭിമാനത്തോടെ ഇറങ്ങി നടക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ.
ഒരു കള്ളം പറഞ്ഞ് നീ എല്ലാവരെയും വിശ്വസിപ്പിച്ചു. പക്ഷെ എനിക്കറിയാം മോളെ, സത്യം പറ ഭവാനി, നീ എവിടെയാ പോയത്? എന്തിനു പോയി? അച്ഛാ, എന്നോട് ക്ഷമിക്കച്ച. എന്താ പറ്റിയത് മോളെ? എന്താ സംഭവിച്ചെന്ന് പറയേ. എന്താ നടന്നെന്ന് വെച്ചാ, ഈ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പോകാൻ അനുവദിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച ഞാൻ പറയാതെ പോയതച്ച. നാട്ടുകാരുടെ മുമ്പില് ഞാൻ കാരണം അച്ഛൻ കുറ്റവാളിയെ പോലെ നിന്നില്ലേ. എന്നോട് ക്ഷമിക്കച്ച. എടി മണ്ടി പെണ്ണേ, ഞാൻ എന്തിനാ നിന്നെ അവിശ്വസിക്കുന്നത്? സാക്ഷാൽ ശ്രീ നാഗദേവൻ തന്നെ കുറ്റിൽ നിന്നിറങ്ങി വന്ന് ചേട്ടത്തിക്ക് പൊട്ടുവച്ചു. നിന്റെ ചേട്ടനെ കണ്ടെത്താനാണ് നീ പോകുന്നതെങ്കിൽ ഞാൻ എന്തിനാ മോളെ നിന്നെ തടയുന്നത്? ചേട്ടനു വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ മോളെ? നീ എന്റെ മകളായി പിറന്നതിൽ എനിക്ക് വളരെ അഭിമാനമാണ് മോളെ. അച്ഛാ, ഭവാനി, നടന്നതൊക്കെ ഓർത്ത് വിഷമിക്കുവാണോ നീ? പോകുന്ന കാര്യം നീ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. വീട്ടിൽ കല്യാണപ്രായം തികഞ്ഞ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ സാധാരണ. ഒന്നും നീ മനസ്സിൽ വെച്ചേക്കണ്ട, കിടന്നുറങ്ങിക്കോ. അത് മുത്തശ്ശിയിൽ നിന്ന് എനിക്കൊരു കാര്യം അറിയണം. ചോദിക്കുമോളെ. കുറ്റില് പാലൊഴിക്കണമെന്ന് പറഞ്ഞു, ഒഴിച്ചു. തുളസി ചെടിക്ക് പൂജ ചെയ്യണമെന്ന് പറഞ്ഞു, അതും ചെയ്തു. സുമംഗലികൾക്ക് താമ്പൂലം കൊടുക്കാൻ പറഞ്ഞു, അതും ചെയ്തു. അമാവാസയ്ക്ക് പൂജ ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ വ്രതം എടുത്തു. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്റെ ഏട്ടനെ പറ്റി എനിക്കൊരു വിവരം കിട്ടുന്നില്ലല്ലോ മുത്തശ്ശി. എന്റെ ഏട്ടൻ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തെ സത്യമാക്കാൻ ഞാൻ പരിശ്രമിച്ചു. പക്ഷേ ഏട്ടനെ കണ്ടുപിടിക്കാനുള്ള ഓരോ വഴികളും അടഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു പോവുകയാണല്ലോ മുത്തശ്ശി. ദോഷങ്ങൾ മാറാൻ വേണ്ടി, സുമംഗലിയാകാനും വേണ്ടി, കുഞ്ഞുങ്ങൾ പിറക്കാനും വേണ്ടി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പൂജയും വ്രതവും ചെയ്യാറില്ലേ? എന്റെ ഏട്ടനെ എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെങ്കിലും പൂജ പറഞ്ഞു താ മുത്തശ്ശി. എല്ലാ പൂജകളും ഞാൻ ചെയ്തോളാം, എന്തു വേണമെങ്കിലും ചെയ്തോളാം. പ്ലീസ് മുത്തശ്ശി, എന്തെങ്കിലും പൂജ ഉണ്ടെങ്കിൽ പറയേ. ഒന്ന് ആലോചിച്ച് നോക്ക് മുത്തശ്ശി. ഭവാനി, ഇത്രയും കാലം ഞാനും മല്ലിയ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടാണ് നീ ചെയ്തത്. നീ മനസ്സോട് ചെയ്തതാണെങ്കിലും അല്ലെങ്കിലും നീ ചെയ്ത പൂജകളൊക്കെ നിന്റെ അച്ഛനും നാത്തൂനും നല്ലതിനു വേണ്ടിയായിരുന്നു. ഇപ്പൊ നീ സ്വയം ചെയ്യാമെന്ന് പറയുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ആഗ്രഹം ഉറപ്പായും സാധിച്ചു തരും. നല്ല മനസ്സോടെ എന്തു പൂജ ചെയ്താലും ദൈവം അത് കാണുമോളെ.
ഉറപ്പായിട്ടും ദൈവം നിനക്കൊരു വഴി കാണിച്ചു തരും. ചെന്ന് കിടന്നുറങ്ങ്. ചെല്ലുമോളെ. കൈ നോക്കാനുണ്ടോ, കൈ നോക്കാനുണ്ടോ, നടന്നതും സൊല്ലുവേ, ഇനി നടക്ക പോരതും സൊല്ലുവേ. കൈ നോക്കാനുണ്ടോ, കൈ നോക്കാനുണ്ടോ, നടന്നതും സൊല്ലും, നടക്ക പോകതും സൊല്ലും. കൈ നോക്കാനുണ്ടോ, കൈ നോക്കാനുണ്ടോ, നടന്നതും സൊല്ലും, നടക്ക പോകതും സൊല്ലും. കൈ നോക്കാനുണ്ടോ, കൈ നോക്കാനുണ്ടോ, നടന്നതും സൊല്ലും, നടക്ക പോകതും സൊല്ലും. കൈ നോക്കാനുണ്ടോ, കൈ നോക്കാനുണ്ടോ, കൈ നോക്കി പറയാം, കൈ നോക്കി സൊല്ലുവേ. കൈനോട്ടക്കാരി ഈ സമയത്ത് എന്തിനാ വന്നിരിക്കുന്നെ? അന്ന് കൈനോട്ടക്കാരി പറഞ്ഞതുകൊണ്ടാണ് പുറ്റില് ഞാൻ പാലൊഴിച്ച ഉടനെ നാഗദേവത വന്ന് ഏട്ടത്തിക്ക് പൊട്ടുകുത്തി ദർശനം കൊടുത്തത്. ഏട്ടൻ ജീവനോടെ ഉണ്ടെന്ന വിശ്വാസത്തിന് പ്രതീക്ഷ നൽകിയത്. നിങ്ങൾ എന്താ ഇവിടെ വന്നേ? അതും എന്തിനാ ഈ സമയത്ത് വന്നിരിക്കുന്നേ? നിങ്ങൾ രാത്രിയിലും കൂടെ കൈ നോക്കാൻ നടക്കുകയാണോ? മോളോടുള്ള സ്നേഹത്തിന് മനസ്സാണ് മുഖ്യമെന്നതിലുപരി സമയത്തിന് യാതൊരു പ്രസക്തിയുമില്ല. മോളിവിടെ സുഖമായിട്ട് ഉറങ്ങിയാലും ഭഗവാന് ഭക്തരെ ശ്രദ്ധിക്കാതിരിക്കാനും കഴിയില്ലല്ലോ.